ഹലോ, വെൽക്കം ടു കുഞ്ഞടുക്കള. അപ്പോൾ ഇന്ന് നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ബ്രെഡ് മാഗി സാൻഡ്വിച്ചാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ലൊരു അടിപൊളി സാൻഡ്വിച്ചാണിത്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്കും മുതിർന്നവർക്കും ഇഷ്ടാവുന്ന ഒരു സ്നാക്സ് ആണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്നാക്സിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രെഡും ആവശ്യമുണ്ട്, അതേപോലെ തന്നെ മാഗി വേണം. അപ്പോൾ മാഗി വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഇതിലേക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ മാഗി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം മാഗി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ സാധാരണ മാഗി ഉണ്ടാക്കില്ലേ, അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് ഇപ്പോൾ ഒരു 2-2.5 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ അല്ല കേട്ടോ, ഞാൻ എണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ ഇടുന്ന മാഗിയുടെ മസാല ഉണ്ടല്ലോ, അതിൽ ഉപ്പുണ്ടാവും. അതുകൊണ്ട് ഈ സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. വെറും സവാള മാത്രമേ ഞാനിപ്പം വഴറ്റിയെടുക്കുന്നുള്ളൂ. നിങ്ങൾക്കിതിലേക്ക് പച്ചക്കറികൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, പിന്നെ മുട്ട വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പം സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് മൂത്ത് പോവുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. ഇതിലേക്ക് നമുക്ക് മാഗി വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനൊരു 2 പാക്കറ്റ് മാഗിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതിൻ്റെ അത്ര മാഗി എടുക്കാം. സാധാരണ നമ്മൾ മാഗിയൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. ഇപ്പം ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഈ മാഗിയുടെ മസാല ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. ഇപ്പം 2 പാക്കറ്റ് എടുക്കുന്നുണ്ട്, ഞാൻ 2 പാക്കറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. മീറ്റ് മസാല ഇടാം, അതേപോലെ തന്നെ ചിക്കൻ മസാല ഇടാം കേട്ടോ. ഇതിലേതെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ സാധാരണ നമ്മൾ മാഗി ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഈ മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ഇട്ട് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഒരു വട്ടം ഇതേപോലെ മസാല ഇട്ടിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല ഇഷ്ടമാവും. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് മാഗി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മീറ്റ് മസാലയും ചിക്കൻ മസാലയും ഒന്നും കയ്യിലില്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും. ഇപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ മാഗി ഇട്ട് കൊടുക്കാം. ഇപ്പം മാഗി ഞാൻ ഒന്ന് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കവറിൽ വെച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് അപ്പോൾ വലിയ പീസെല്ലാം ഒന്ന് പൊട്ടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. അത്യാവശ്യത്തിന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഒരുപാടങ്ങ് കുഴഞ്ഞു പോകുന്ന രീതിയിൽ വേവിച്ചെടുക്കണ്ട. അപ്പോൾ നമ്മളുടെ മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെള്ളം വറ്റിച്ചിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ടൊമാറ്റോ കെച്ചപ്പിന് പകരം നിങ്ങൾക്ക് പിസ്സ സോസ് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ മയണൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ ടൊമാറ്റോ കെച്ചപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ഈ ബ്രെഡിൻ്റെ എല്ലാ വശത്തും ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന മാഗിയിൽ നിന്ന് കുറച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബ്രെഡിൻ്റെ എല്ലാ വശത്തും ആവുന്ന മാതിരി ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് ചീസാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ മിൽമയുടെ ചീസാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചീസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിലും ഇതേപോലെ തന്നെ ടൊമാറ്റോ സോസ് ഒന്ന് തേച്ച് കൊടുക്കാം. ബ്രെഡിൻ്റെ എല്ലാ വശത്തും ആവുന്ന മാതിരി ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ മയണൈസ് ഇഷ്ടമുണ്ടെങ്കിൽ മയണൈസ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ ബ്രെഡ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ ബ്രെഡിൻ്റെ എല്ലാ വശത്തേക്കും ഇതേപോലെ ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് തേച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മാഗി ഉണ്ടല്ലോ അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം. ഇനി ഒരു ബ്രെഡിലേക്ക് നമുക്ക് ഇതേപോലെ ടൊമാറ്റോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അത് ഇതിലേക്ക് കവർ ചെയ്ത് വയ്ക്കും. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ദോശക്കല്ലാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ്, ബട്ടർ, എണ്ണ ഇതിലേത് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ അവരോട് ഇഷ്ടമാണ്. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒന്ന് നല്ല ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടിഭാഗം കരിഞ്ഞു പോകും. നമുക്ക് ഈ ചീസ് എല്ലാം ഒന്ന് മെൽറ്റാക്കി കിട്ടണം. അപ്പം വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക്
ഈ ബ്രെഡിൻ്റെ മുകളിൽ കുറച്ച് നെയ്യൊന്ന് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇതൊക്കെ അവനവൻ്റെ ചോയ്സ് ആണ് കേട്ടോ. നെയ്യ്, ബട്ടർ, എണ്ണയൊക്കെ ഇഷ്ടത്തിന് മാറ്റിയെടുക്കാം. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ബ്രെഡ് അങ്ങ് മൂത്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചൊരു ഫ്ലെയിം വെച്ച് കൊടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയും മതിയാകും. ഇത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, അതേപോലെ തന്നെ ഡിന്നറായിട്ടും കഴിക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നല്ലതായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്യുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്